5 വർഷത്തെ കഠിനാധ്വാനത്തിലൂടെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെയും വി.ഡി. സതീശൻ എന്ന നേതാവ് മലയാളിക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ വിജയമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് കെ.സി. വേണുഗോപാൽ ഈ ചിത്രത്തിലേക്ക് കടന്നു വന്നത്? അദ്ദേഹം മികച്ചൊരു സംഘാടകനായിരിക്കാം. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ തെരുവുകളിലും നിയമസഭയിലും സർക്കാർ വിരുദ്ധ വികാരത്തെ നയിച്ചത് വി.ഡി. സതീശൻ എന്ന നേതാവാണ്. ജനങ്ങൾ വിശ്വസിച്ചതും അദ്ദേഹത്തെ തന്നെ. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നത് സത്യം തന്നെ. പക്ഷേ അത് ജനവികാരത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്ന കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. കെ.സി. വേണുഗോപാലിനെ പോലൊരു നേതാവിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് വഴി തുറക്കും. ഇത്രയും കഷ്ടപ്പെട്ട് വിജയിച്ച ഒരിടത്ത് വീണ്ടും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മലയാളികൾക്ക് വി.ഡി. സതീശൻ തന്നെ മതി എന്ന ബോധ്യം പ്രവർത്തകർക്കിടയിലും ശക്തമാണ്. കെ.സി. വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ പോലും വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി എന്ന് വരില്ല എന്ന യാഥാർത്ഥ്യം നേതൃത്വം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. ഇനിയും ഗ്രൂപ്പ് കളികളും അധികാര വടംവലികളും തുടരാനാണ് ഭാവമെങ്കിൽ ഈ വിജയം പരാജയമായി മാറ്റാൻ ജനങ്ങൾക്കും വലിയ താമസം വേണ്ടി വരില്ല. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെട്ടു എന്നത് ശരിയാണ്. എന്നാൽ ശക്തമായ പ്രതിപക്ഷമായി അവർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് എന്ന കാര്യം കോൺഗ്രസ് മറന്നുപോകരുത്. ഒരു ചെറിയ പിഴവ് മതിയാകും ഈ വിജയത്തിന്റെ തിളക്കം കെടുത്താൻ. ഇനിയൊരു പരീക്ഷണത്തിന് കേരളം തയ്യാറുമല്ല. ഇതിൽ ആരായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണുള്ളത്. 2021 യു.ഡി.എഫിന് ഭരണം നഷ്ടപ്പെട്ട് നിരാശയിൽ ആണ്ടിരുന്ന പ്രവർത്തകർക്കും ജനങ്ങൾക്കും മുന്നിലേക്ക് ഹൈക്കമാൻഡ് നേരിട്ട് കണ്ടെത്തി അവതരിപ്പിച്ച നേതാവായിരുന്നു വി.ഡി. സതീശൻ. അന്ന് പറവൂർ എം.എൽ.എ എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ പരിവേഷമൊന്നുമില്ലാതിരുന്ന വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഹൈക്കമാൻഡിന്റെ വളരെ ധീരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു. എതിർപ്പുകൾ പലതുണ്ടായിട്ടും അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ തീരുമാനത്തെ 100% ശരിവെക്കുന്നത് തന്നെയായിരുന്നു. ഇന്ന് കേരളം ഒരേ സ്വരത്തിൽ സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹം പൊരുതി നേടിയെടുത്ത ജനപിന്തുണ തന്നെയാണ്. മുഖ്യമന്ത്രി ചർച്ചകളിൽ എം.എൽ.എമാരുടെ എണ്ണം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നത് ജനാധിപത്യപരമായ തെറ്റായിരിക്കും. ഇവിടെ വി.ഡി. സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പോരാട്ടങ്ങളാണ് പിണറായി വിജയൻ സർക്കാരിനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയ ഘടകം. പറഞ്ഞ വാക്ക് മാറ്റമില്ലാതെ പാലിക്കാനും ഏത് വിഷയത്തിലും ആഴത്തിലുള്ള പഠനത്തോടെ മറുപടി നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും സതീശൻ കെട്ടിപ്പടുത്ത ആ വിശ്വാസ്യതയാണ് ഇത്തവണ യു.ഡി.എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. ജനങ്ങൾ വോട്ട് ചെയ്തത് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഈ ജനഹിതത്തെ അവഗണിച്ചുകൊണ്ട് എം.എൽ.എമാരുടെ പിന്തുണ മാത്രം മാനദണ്ഡമാക്കി കെ.സി. വേണുഗോപാലിനെ പോലൊരു നേതാവിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയായി മാറും. ഹൈക്കമാൻഡിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്രത്തിലെ എം.പി സ്ഥാനം ഒഴിഞ്ഞ് കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരികയാണ് എങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും നൽകുക. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഡൽഹിയിലേതുപോലെയൊന്നുമല്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വളർന്ന നേതാക്കളെയാണ് മലയാളി എപ്പോഴും നെഞ്ചേറ്റുന്നത്. വി.ഡി. സതീശനെ തഴഞ്ഞ് കെ.സി. വേണുഗോപാലിനെ കൊണ്ടുവന്നാൽ അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ജനങ്ങളുടെ വികാരത്തിന് മുറിവേറ്റാൽ അത് വോട്ടായി മാറില്ല എന്ന് നേതൃത്വം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. യു.ഡി.എഫിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന്റെ മുഖം വി.ഡി. സതീശൻ തന്നെയാണ്. നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏക വഴി ജനപിന്തുണയുള്ള നേതാവിനെ ഭരണമേൽപ്പിക്കുക എന്നതാണ്. എം.എൽ.എമാരുടെ ഗ്രൂപ്പ് കളികൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങി ജനഹിതത്തിന് വിരുദ്ധമായ തീരുമാനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് വരും കാലങ്ങളിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. കേരളത്തിന് വേണ്ടത് വാക്ക് പാലിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വി.ഡി. സതീശനെ തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഹൈക്കമാൻഡ് ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. എന്തുകൊണ്ട് വി.ഡി. സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയാകണം? കേരള രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോൾ ജനമനസ്സുകളിൽ ഒരാൾ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ അത് വി.ഡി. സതീശൻ തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തകർന്നടിഞ്ഞ ഒരു പ്രതിപക്ഷത്തെ വെറും 5 വർഷം കൊണ്ട് ഭരണപക്ഷത്തിന് തുല്യമായ കരുത്തിലേക്ക് വളർത്തിയത് സതീശൻ എന്ന നേതാവിന്റെ അസാമാന്യമായ നേതൃപാടവം തന്നെയാണ്. കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ
ഭരണപക്ഷത്തെ പോലും പലപ്പോഴും നിശബ്ദമാക്കിയിട്ടുണ്ട്. ഈ ഭരണ മികവും വസ്തുതാപരമായ നിലപാടുകളുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കുന്നത്. വി.ഡി. സതീശന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഗ്രൂപ്പ് രഹിത രാഷ്ട്രീയം തന്നെയാണ്. കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസിനെ തളർത്തിയിരുന്ന ഗ്രൂപ്പ് അതിപ്രസരത്തിന് അന്ത്യം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു ശൈലി അദ്ദേഹം ഇവിടെ വികസിപ്പിച്ചെടുത്തു. ഗ്രൂപ്പുകളുടെ അതിർവരമ്പുകൾക്കപ്പുറം സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാൻ സതീശന്റെ ഈ നിലപാട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് കളിയില്ലാത്ത ഒരു ഭരണകൂടം കേരളത്തിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കൂ എന്ന വിശ്വാസം ഇന്ന് ജനങ്ങൾക്കിടയിലും ശക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനസംയുക്തയുടെ കാര്യത്തിൽ സതീശൻ ഇന്ന് ഒന്നാമനാണ് എന്ന കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ഓരോ സമരവും ജനകീയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയുടെ മട്ടുപാവിൽ എത്തിക്കാൻ അദ്ദേഹം കാട്ടിയ ആർജവം മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നൽകിയത്. വിവാദങ്ങളിലല്ല, മറിച്ച് വികസനത്തിലും ജനക്ഷേമത്തിലുമാണ് കാര്യമെന്ന് അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച വലിയ പിന്തുണയിൽ സതീശൻ എന്ന നേതാവിന്റെ വ്യക്തിപ്രഭാവത്തിന് വലിയ പങ്കുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായ സതീശന്റെ മറ്റൊരു കരുത്താണ്. എടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം അദ്ദേഹത്തിന്റെ മുഖമുദ്രയും. കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധികളെ മറികടക്കാൻ ഭരണപരിചയവും ദീർഘവീക്ഷണവുമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ആവശ്യം. അത് വി.ഡി. സതീശൻ തന്നെയാണെന്ന് കാലം തെളിയിക്കുകയും ചെയ്യും. MLA-മാരുടെ പിന്തുണയോ ഗ്രൂപ്പ് സമവാക്യങ്ങളോ നോക്കിയല്ല, മറിച്ച് ജനങ്ങളുടെ ആഗ്രഹം മാനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എങ്കിൽ സതീശന് പകരം മറ്റൊരു പേര് ഇവിടെ ഇല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണാധികാരിയെ നൽകുക എന്നത് ജനാധിപത്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് കേരളം ഇപ്പോഴും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ UDF-ന് ലഭിച്ച ഈ ഉജ്ജ്വല വിജയം ജനങ്ങൾ വി.ഡി. സതീശൻ എന്ന നേതാവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പൊരുതിയ സതീശനെ മാറ്റിക്കൊണ്ട് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. MP സ്ഥാനം രാജിവെച്ച് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വരികയാണെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ എന്ന നേതാവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ കടുത്ത രോഷം തന്നെ ആയിരിക്കും. ജയിക്കണമെന്നില്ല, ജനങ്ങൾ തന്നെ, കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചേക്കാം. വി.ഡി. സതീശനെ പോലെ ജനമനസ്സറിഞ്ഞ ഒരു നേതാവിനെ തഴഞ്ഞതിലുള്ള പ്രതിഷേധം ഉപതെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒട്ടും വേണ്ട. തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വി.ഡി. സതീശൻ ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നുണ്ട് എങ്കിൽ അത് തെറ്റായിരിക്കും. 5 വർഷം സഭയിലും തെരുവിലും പൊരുതി കെട്ടിപ്പടുത്ത പ്രതിച്ഛായയും അദ്ദേഹത്തിന് നേടിയെടുത്ത ജനപിന്തുണയും ബലി കഴിക്കാൻ സതീശനും ഇവിടെ തയ്യാറായെന്ന് വരില്ല. ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കും വഴിവെച്ചേക്കാം. സ്വന്തം കഠിനാധ്വാനത്തിന്റെ ഫലം മറ്റൊരാൾ ഡൽഹിയിൽ നിന്ന് വന്ന് തട്ടിയെടുക്കുന്നത് നോക്കി നിൽക്കാൻ സതീശനെ അനുകൂലിക്കുന്ന ജനങ്ങൾക്കും അതുപോലെ പ്രവർത്തകർക്കും സാധിക്കുകയുമില്ല. KC വേണുഗോപാലിന്റെ ഇരട്ടത്താപ്പും ഇവിടെ ചർച്ചയാകേണ്ടതുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും അത് പാർട്ടിയെ ബാധിക്കുമെന്നും പറഞ്ഞ് പലർക്കും അവസരം നിഷേധിച്ച ഇതേ KC വേണുഗോപാലാണ് അന്ന് മറ്റുള്ളവർക്ക് ബാധകമായ ആ നിയമം ഇന്ന് സ്വന്തം കാര്യം വന്നപ്പോൾ KCക്ക് ബാധകമല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ചോദിപ്പിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി പാർട്ടിയെയും ഉപതെരഞ്ഞെടുപ്പിനെയും എന്തിനാണ് KC ബലിയാടാക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പണച്ചെലവുള്ള കാര്യമാണ്. അതൊക്കെ പോകുന്നത് ജനങ്ങളുടേതുമാണ്. പ്രതിപക്ഷത്ത് നേരിടേണ്ടി വരുന്നത് ആരെയാണെന്ന ബോധ്യം ഹൈക്കമാൻഡിനും KCക്കും ഉണ്ടാകണം. അതായത് ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും ജനകീയ ഇടപെടലിലൂടെയും ഏത് കരുത്തരായ നേതാക്കളെയും നേരിടാൻ പ്രാപ്തിയുള്ളവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതായത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. വി.ഡി. സതീശനെ പോലെ സഭയിൽ മികവ് തെളിയിച്ച ഒരു നേതാവല്ല വരുന്നത് എങ്കിൽ വരാനിരിക്കുന്ന ഭരണകാലം കോൺഗ്രസിന് ദുഷ്കരമായിരിക്കും. ജനങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഏത് തീരുമാനവും തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് നൽകുന്നത്. ജനസമ്മതിയുള്ള സതീശനെ മാറ്റുന്നത് കോൺഗ്രസ് സ്വയം കുഴിക്കുന്ന കുഴിയായി മാറുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇനി നിങ്ങൾ തന്നെ പറയൂ, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാകേണ്ടത്? എന്തുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയാകണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.